ഹലോ ഫ്രണ്ട്സ്, നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവക്കാഡോ വെച്ചിട്ടുള്ള ഒരു ഈസി സാൻഡ്വിച്ചാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ, പൊട്ടാസ്യം, മാഗ്നീഷ്യം പോലുള്ള ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് അവക്കാഡോ. അവക്കാഡോ വെച്ചിട്ട് ഈസി ആയിട്ട് ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. ഫ്രഷ് ടൊമാറ്റോ സ്മോൾ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഒരു മീഡിയം ഒണിയൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ മല്ലിയില, ലെമൺ ജ്യൂസ്, പച്ചമുളക്. അപ്പോൾ നമ്മുടെ ഇവിടെ അവക്കാഡോ ജസ്റ്റ് കട്ട് ചെയ്ത് അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പകുതി എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ടിപ്പൊലി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള അവക്കാഡോ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഉടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ലേശം ഉപ്പ് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയൻ ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്തു, മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി ടൊമാറ്റോ അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ലെമൺ ജ്യൂസ് അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല പോലെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സാൻഡ്വിച്ചിനുള്ള ക്രീമി ആയിട്ടുള്ള ആ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ഇട്ട് കൊടുത്ത ലെമൺ ജ്യൂസും ഉപ്പും എല്ലാ ഭാഗത്തേക്കും ആവുന്നത് പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ധന്യ സോണി എന്ന് പറയുന്ന ആ ഒരു ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഇതുപോലെ തന്ന സപ്പോർട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിലോട്ടും കൂടി തരാം. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്ത് അതും കൂടി നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു എരിവിനനുസരിച്ചിട്ട് അത് മിക്സാക്കി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പുളിക്ക് അനുസരിച്ചിട്ടുള്ള ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് സെറ്റാക്കി എടുക്കുക. അപ്പോൾ എല്ലാം നല്ല കറക്റ്റ് ലെവലിന് വന്ന് വളരെ ഈസി ആയിട്ടുള്ള ആ ഒരു കൂട്ടുകൂടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രത്തിലോട്ട് ഒരു ഫ്രൈ പാനിലോട്ട് ലേശം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനാണ്. ഇത് നിർബന്ധമില്ല, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്രെഡിൽ ഈ ഒരു ക്രീം തേച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ബട്ടറിലോട്ട് നമ്മുടെ ബ്രെഡ് രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സെറ്റാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് നിർബന്ധമില്ല. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡിലോട്ട് നമ്മുടെ ഈ ഒരു അവക്കാഡോയുടെ മിക്സ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വല്ല പക്കുവടയോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് ആണെങ്കിൽ നമുക്ക് ഈ ഒരു അവക്കാഡോയുടെ ഈ ഒരു കൂട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ബ്രെഡ് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ബ്രെഡിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു അവക്കാഡോയുടെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഒരു വട്ടം തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ക്രീമി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. നമ്മുടെ അവക്കാഡോ വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇവിടെ സാൻഡ്വിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ വീണ്ടും വരും. ഓക്കെ, ബൈ, താങ്ക് യു.